ഹലോ, ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസം നല്ല മഴയായിരുന്നു. കുറച്ചു നേരം കവുങ്ങുന്തോട്ടത്തിലൊക്കെ നോക്കി അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചായ വെക്കാൻ പോയി. ഞാനോ അല്ലെങ്കിൽ ഏടത്തിയമ്മ ചായ വെച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ കുളിച്ചിട്ട് വരും. പിന്നെ ഞാനും വലിയേട്ടനും അച്ഛനും എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കാറാണ് പതിവ്. ചായ വെക്കുന്നതോടൊപ്പം തന്നെ ഗ്രീൻ പീസും വേവാൻ വേണ്ടി കുക്കറിൽ ഇടുകയാണ് ഞാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി മതിയെന്ന് തലേ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കടലയൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിലെ ദോശയ്ക്കൊപ്പം ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാറുണ്ട്. അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ വെക്കാനാ തീരുമാനിച്ചത്. കറി എത്രത്തോളം ഞാൻ വെച്ചാൽ ശരിയാവുമെന്ന് ദൈവത്തിനറിയാം. കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ. അല്ലേലും നമുക്ക് കഴിച്ചല്ലേ ശീലമുള്ളൂ, വെച്ച് ശീലമില്ലല്ലോ. ഓരോരോ കറികളെ കണ്ടും കേട്ടും വെച്ചു പഠിക്കുകയാണ് എന്റെ ഇപ്പോഴത്തെ പണി. ഇനി നമുക്ക് കറി എങ്ങനെ വെച്ചെന്ന് നോക്കിയാലോ. കുക്കറിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വലിയുള്ളിയും തക്കാളിയും മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കിയത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു 4 വിസില്. അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കി എടുക്കാവേ. തേങ്ങയോടൊപ്പം പെരിഞ്ചീരകവും പട്ടിയും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് ഞാൻ മസാല അരച്ചെടുത്തത്. വെന്ത് വന്ന ഗ്രീൻ പീസിലോട്ട് ഈ അരപ്പ് ഒഴിച്ച് സെറ്റാക്കുക. എന്നിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട കറി റെഡി. കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ ഏടത്തിയമ്മ മിറ്റം അടിക്കണു. ഇന്നേ പതിവിലും നേരത്തെ തന്നെ കുഞ്ഞുമണി നീച്ചിരിക്കണു. അവൾ അവളുടെ വല്യച്ഛനുമായിട്ട് ഗുസ്തി പിടിക്കുകയാണ്. ഞാൻ പോയി എല്ലാവർക്കും ഉള്ള ചായ ടേബിളിൽ കൊണ്ടുവച്ച് ഇന്നലത്തെ കളിയുടെ ഹൈലൈറ്റ്സ് കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ഫുട്ബോളിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ. ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അതെന്തിനാ വാശി പിടിക്കണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. നമ്മളിങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലാണ് അവരുടെ പ്രധാന പരിപാടി. നമ്മുടെ കുഞ്ഞുമണി അതേ ടൈപ്പാണ് കേട്ടോ. ഒരു ആവശ്യമില്ലാണ്ട് വാശി പിടിക്കും, എല്ലാവരെയും തല്ലി അടിക്ക് സൗണ്ട് ഉണ്ടാക്കി നടക്കും. അവള് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അടുത്തുള്ളവർക്ക്. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നാളികേരം വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നേ, അത് മുറിച്ച് വെയിലത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ഏടത്തിയമ്മ എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണു. ഞാനും പോയി 2 ദോശ എടുത്ത് നമ്മുടെ ഗ്രീൻ പീസ് കറി കൂട്ടി കഴിച്ചു. എന്റെ അമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ആയില്ലെങ്കിലും സംഭവം കൊള്ളാട്ടോ, കഴിക്കാൻ പറ്റുന്നുണ്ട്. ദോശയോടൊപ്പം ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വീടിന്റെ തേപ്പ് പണി തുടങ്ങാറായിട്ടോ. അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യന്റെ പണി കഴിഞ്ഞപ്പോൾ ഒരുപാട് വേസ്റ്റ് അവിടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കലാണ് അടുത്ത പണി. എന്റെ കൂടെ സഹായിക്കാൻ ഹസ്ബൻഡും ചേട്ടന്റെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും സന്ദീപേട്ടനും കൂടി ഉച്ചവരെ നിൽക്കേണ്ടി വന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ സന്തോഷമായിട്ട്. പണിക്കാരെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടെറിഞ്ഞു പോയിരിക്കണു. പിന്നെ അതെല്ലാം പെറുക്കി റൂമിൽ കൊണ്ട് സൈഡിൽ കൊണ്ട് വെക്കുകയായിരുന്നു അടുത്ത പണി. അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഒന്നും കൂടി ക്ലീൻ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. അമ്മ അവിടെ ഉച്ചക്കലേക്കുള്ള കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മുട്ടപ്പുളിയാണ് ഉണ്ടാക്കണത്. ഇവിടെ മുട്ടപ്പുളിയില് മുട്ട ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എന്റെ വീട്ടിലൊക്കെ മുട്ട ഓംലേറ്റ് പോലെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഓംലേറ്റ് പോലെ ആക്കി മുറിച്ചിട്ടാണ് ഇടാറ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അങ്ങനെ ഓംലേറ്റ് പോലെ കട്ട് ചെയ്തിട്ട് കറിയിലിടുമ്പോഴാണ് കേട്ടോ. വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ വേഗം പോയി കുളിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നേ. മുട്ടപ്പുളിയോടൊപ്പം തന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായനെ. പക്ഷെ കാച്ചാനുള്ള മടി കൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. വേഗം കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് പോയി. അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമ കാണുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ മാത്യുവിന്റെ നെല്ലിക്കാമ്പുയിൽ നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചു നേരം TV കാണാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായി. പിന്നെ പ്ലേറ്റ് ഒക്കെ കഴുകി വെച്ച് വന്ന് അത് കഴിയണ വരെ അവിടെ ഇരുന്ന് കണ്ടിട്ടാണ് നീറ്റ് പോയത്. ഈവനിങ് ആയപ്പോഴേ സന്ദീപേട്ടൻ പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് വെറുതെ വരാം, കുറച്ചായില്ലേ പോയിട്ട് എന്ന്. പിന്നെ ഞങ്ങൾ റെഡിയായി അങ്ങോട്ട് പോയി. അവിടെ വാണിയംകുളമൊക്കെ കഴിഞ്ഞിട്ട് കൂനത്തറ ആര്യങ്കാവിന്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ വീട്. അവിടെ പോയപ്പോ മാമിയും 2 വല്യമ്മമാരും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിതമായും കൃഷ്ണേന്തൊന്നും ഉണ്ടായിരുന്നില്ല കമ്പനിക്ക്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ മാമന്മാരുടെ വേറെ വീടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. അപ്പൊ അന്ന് അത്രേ ഉള്ളൂ കേട്ടോ. ബൈ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.